കഴിഞ്ഞ ദിവസം മാമോമിൽ ഒരു അമ്മ വേണേ, അമ്മ എന്ന് പറഞ്ഞ ഒരു ഗ്രാൻഡ്മ. അവര് പറഞ്ഞു, മോളെ നല്ല നാടൻ പശുമ്പാല് ഫ്രഷ് ആയിട്ട് നമ്മളുടെ വീട്ടിൽ കിട്ടും. എന്നിട്ട് ഇവള് കുഞ്ഞിന് 10 മാസമായ കുഞ്ഞിന് ഈ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പാക്ഡ് ആയിട്ടുള്ള ഫോമുല മിൽക്കാ കൊടുക്കുന്നത്. മോൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാണ്. ശരിക്കും പെട്ടെന്ന് ഞാനൊന്ന് സ്റ്റെക്കായി. കാരണം ആ അമ്മ ഭയങ്കര കോൺഫിഡന്റ് ആണ് പശുമ്പാലാണ് ബെസ്റ്റ് എന്നുള്ളതില്. അപ്പൊ ശരിക്കും പശുപാലല്ലേ നല്ലത്? അല്ല, പശുമ്പാല് നല്ലതാണ്. പക്ഷെ ഒരു കുഞ്ഞിന്, ഒരു ഇൻഫന്റിന് പശുമ്പാല് നല്ലതല്ല. കാരണം എന്താന്ന് വെച്ചാൽ ഓരോ മദറിന്റെയും ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നത് ആ മദറിന്റെ കുഞ്ഞിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നതാണ്. ഒരു പശുവിന് ആവശ്യമായ പ്രോട്ടീൻസും അതിനാവശ്യമായ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള കൗ മിൽക്ക് നമ്മൾ കുഞ്ഞിന് കൊടുക്കുന്ന സമയത്ത് അത് കുഞ്ഞിന് ഒരിക്കലും ഡൈജസ്റ്റ് ആവില്ല. അതുപോലെ ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടാക്കും. നമ്മളുടെ ബ്രസ്റ്റ് മിൽക്കിൽ മോർ വരുന്നത് വേ പ്രോട്ടീനാണ്, ഭയങ്കര ഈസി ആയിട്ട് ഡൈജസ്റ്റ് ആവുന്നത്. എന്നാൽ പശുമ്പാലിൽ കൂടുതൽ 80% വരുന്നത് കെസൈൻ എന്ന് പറഞ്ഞ പ്രോട്ടീനാണ്. ഇത് ഭയങ്കര ഹെവിയാണ്, ഡൈജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. ഇതൊന്നും കൂടാതെ കൗ മിൽക്കിൽ അയൺ, നമ്മളെ കുഞ്ഞുങ്ങൾക്ക് 6 മന്ത്സിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായ അയൺ, DHA തുടങ്ങിയ ഒരുപാട് എസെൻഷ്യൽ ന്യൂട്രിയൻസ് നല്ലപോലെ കുറവാണ്. അപ്പോ ഈ ഫോർമുല മിൽക്ക് കൗ മിൽക്ക് എന്നല്ലേ എടുക്കുന്നത്? കൗ മിൽക്കിൽ നിന്നാണ് ഫോർമുല മിൽക്ക് ഉണ്ടാവുന്നത്. പക്ഷേ കൗ മിൽക്കിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കെസൈൻ പ്രോട്ടീൻസിനെ കട്ട് ഡൗൺ ചെയ്തും ഫാറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് അതിൽ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള അയൺ, DHA, വൈറ്റമിൻ ഡി എല്ലാം എക്സ്ട്രാ ആഡ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു ബ്രസ്റ്റ് മിൽക്കോളം എത്തിച്ചിട്ടാണ് ഈ ഫോർമുല മേക്ക് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും ഈ കൗ മിൽക്ക് ആസ് എ ഡ്രിങ്ക് ഓവർ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ കിഡ്നിയെ ഡാമേജ് ആക്കാനും അതുപോലെ അവരുടെ ഇമ്മച്വർ ഡൈജസ്റ്റീവ് സിസ്റ്റം തകരാറിലാക്കാനും ഈവൻ ഇൻഡസ്ട്രൈൻ ബ്ലീഡിങ്ങിന് വരെ ചാൻസസ് ഉണ്ടെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. സോ ഇഫ് ബ്രസ്റ്റ് മിൽക്ക് ഇസ് ആൻ ഓപ്ഷൻ, ഡെഫിനറ്റ്ലി ഫോർമുല മിൽക്ക് ഇസ് ബെസ്റ്റ് നെക്സ്റ്റ് ഓപ്ഷൻ.